കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശരിക്കും പറഞ്ഞാൽ ജി കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഒരു ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ മുഖ്യമന്ത്രി പദം തന്നെ തേടി എത്തിയതിനു ശേഷം തന്റെ നന്ദി അറിയിക്കാനായിട്ട് ഈ പറയുന്ന കാർത്തികേയന്റെ വീട്ടിലേക്ക് എത്തുന്നു, ഭാര്യയുടെ അടുത്ത് സംസാരിക്കുന്നു. കണ്ണീരണിഞ്ഞിരിക്കുന്ന ഒരു സതീശനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ കാലം മുന്നോട്ട് നീങ്ങുന്നു. 40-45 ദിവസം കഴിഞ്ഞപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില നിയമനങ്ങളിൽ മാറ്റം വരുന്നു. അതായത് ആ മേഖലയിൽ ഉണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു പോകുന്നു. അപ്പോൾ വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു നന്ദി പ്രകടിപ്പിക്കുമോ? അതായത് കാർത്തികേയന്റെ മരുമകളാണ് ദിവ്യ എസ് അയ്യർ, എന്തിനാണ് അങ്ങനെ കാണിച്ചത്? ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില അജണ്ടകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണെന്നുള്ള സൂചനകൾ വരുന്നു. അങ്ങനെയല്ല, ദിവ്യ എസ് അയ്യർ CPMന്റെ ഒരു കയ്യാൾ പോലെ പ്രവർത്തിച്ചു, അതുകൊണ്ട് CPM മാറിയപ്പോൾ ഞങ്ങൾ ദിവ്യ എസ് അയ്യരെ മാറ്റി, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നു. സത്യം എന്താണ് നമുക്ക് தெரியும். എന്താ പക്ഷേ അല്ല, ഇതിൽ അങ്ങനത്തെ ഒരു സംശയം വേണമെങ്കിൽ വരാവുന്നതാണ് ആർക്കും. കാരണം ദിവ്യ എസ് അയ്യർ പിണറായി വിജയൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല സംഭവം. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്ന ഒരു IAS ഓഫീസർ ആയിരുന്നില്ല ദിവ്യ എസ് അയ്യർ. ഞാൻ ദിവ്യ എസ് അയ്യരെ കാണുന്നത് ഈ ശബരിനാഥും ദിവ്യ എസ് അയ്യരും വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഡൽഹിയിൽ വരുന്ന സമയത്ത് അവർ കയറി വരുമ്പോൾ ഞാൻ AK ആൻ്റണിയുടെ മുന്നിലിരിക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കയറി വരും. ഞാൻ അതിക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് ഈ ശബരിനാഥുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാനിങ്ങനെ ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് ഈ AK ആൻ്റണിയുടെ വീട് കാണുന്നു. ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വരുന്നു, സംസാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നാണ്, ഇന്ന ആളാണെന്ന് എഴുതി കൊടുത്തു. നമ്മൾ ഒരു മലയാളി അവിടെ ഒന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് AK ആൻ്റണി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ നമ്മളെ പേരെഴുതി കൊടുത്താൽ ഉടനെ നമ്മളെ വിളിച്ചുകൊണ്ടെല്ലാം പറഞ്ഞു. ഞങ്ങളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇവർ കയറി വരും. അത് കഴിഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചിട്ട് അവരകത്ത് കയറിപ്പോയി. പക്ഷെ ഞാൻ എപ്പോഴും ഈ ദിവ്യ എസ് അയ്യരെ കാണുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു IAS ഓഫീസർ എന്ന നിലക്കാണ്. മാത്രമല്ല IAS ഓഫീസറിനേക്കാൾ ഉപരിയായിട്ട് അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സെങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിരവധി എടുക്കുന്നവരാണ്. സമൂഹം ഇങ്ങനെ ചിന്തിക്കണം എന്നത് തൻ്റെ ഒരു വിഷനാണ് എന്ന് പറയുന്ന സ്വന്തം നിലയ്ക്ക് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുകയും ചെയ്തത്. അല്ലാണ്ട് അവർ പിണറായി വിജയൻ്റെ ഒരു അനുയായിയായിട്ടോ അദ്ദേഹം പറയുന്ന മുഴുവൻ കേൾക്കുന്ന ഒരു അടിമയായിട്ടോ അല്ല പ്രവർത്തിച്ചിരുന്നത്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ശബരിനാഥൻ്റെ ഭാര്യയായിട്ടുള്ള IAS ഓഫീസറെ എന്തിനാണ് പിണറായി വിജയൻ അങ്ങനെ കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ അവർ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ്. അതേപോലത്തെ നിലപാട് തന്നെയാണ് ദിവ്യ എസ് അയ്യർക്ക് പിണറായിയോടും ഉണ്ടായിരുന്നു. പിണറായി ആ കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ പെട്ടെന്നാണ് വി.ഡി. സതീശൻ അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹം അദാനിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റുന്നു. എന്തുകൊണ്ട് എന്ന് പറയുന്ന ചോദ്യം ഇന്ന് ഉയർന്നു കഴിഞ്ഞു. പല കോണുകളിലും അതിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമെന്ന് വെച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ അദാനിയുടെ ഈ വിഴിഞ്ഞത്തെ ഇടപെടലുകൾ ചട്ടലംഘനങ്ങളുടേതായിരുന്നു എന്നാണ് മനസ്സിലായത്. 10ഓളം ചട്ടലംഘനങ്ങൾക്ക് ദിവ്യ എസ് അയ്യർ ഇവർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ അദാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കരടായി നിൽക്കുകയാണ് ഈ ഉദ്യോഗസ്ഥ. അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, എപ്പോഴും കൊറി കിട്ടുന്നു. അയ്യോ, ഇവരെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നയാൾ തീരുമാനിക്കുന്നു. പക്ഷേ പിണറായിയോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരുമ്പോൾ സതീശനോട് പറയുന്നു, സതീശൻ അതങ്ങനെ തന്നെ നടപ്പിലാക്കുന്നു. ഇവിടെയാണ് സംശയം, ഇവിടെയാണ് നിഗൂഢത. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ സതീശൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റിലുള്ള സന്ദർശനം. ആരെയാണ് സന്ദർശിച്ചത്? അദാനി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. എന്നുവെച്ചാൽ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ള ഇതെല്ലാം വെച്ചിട്ടാണ് ഇപ്പം നേരത്തെ സിനിജി പറഞ്ഞല്ലോ, ജി കാർത്തികേയനാണ് വി.ഡി. സതീശനെ പറവൂര് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മുൻപിൽ നിന്നത്.
അതിൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെന്നത് ജി കാർത്തികേയൻ്റെ വീട്ടിലായിരുന്നു. ജി കാർത്തികേയൻ്റെ മരുമകളാണ് ദിവ്യ എസ് അയ്യർ. ഇവരെ മാറ്റണമെങ്കിൽ തന്നെ സമയം കുറെ കഴിഞ്ഞതിനായിട്ട് പോരെ, ഇത്ര പെട്ടെന്ന് മാറ്റണോ? അങ്ങനെ മാറ്റണം എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് സതീശന് അദാനിയുടെ ശബ്ദമാണ്, അദാനിയുടെ ആജ്ഞകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാണ്ട് അദ്ദേഹം നമ്മളുടെ മുന്നിൽ കണ്ണീരണിഞ്ഞ് നിന്ന് മനുഷ്യബന്ധത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, രാഷ്ട്രീയ ബന്ധത്തിനും പ്രസക്തിയില്ല എന്നാണ് നമ്മളതിൽ തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ തോന്നുന്നു? ഇതിനകത്ത് ഭയങ്കര വലിയ രാഷ്ട്രീയക്കാരനെ സതീശൻ. കാരണം അഭ്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വലിയൊരു അഭ്യാസി. കാരണം ഇതിനകത്ത് ഇപ്പം ഈ വരുന്ന വാർത്തയ്ക്കപ്പുറം വന്ന ഒരു മെസ്സേജ് എന്താണെന്ന് അറിയുക, ഈ പാർട്ടിക്കകത്ത് എൻ്റെ അച്ഛനാണേലും പാർട്ടിക്ക് വിരുദ്ധമായിട്ട് നിന്നാൽ കൈകാര്യം ചെയ്ത് കളയും. കാർത്തികേയന്റെ മരുമോടായാലും രക്ഷയൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആവേശം കൊള്ളുമായിരുന്നു ഇവിടുത്തെ ആൾക്കാർ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ പറയുന്നത് കാര്യം ഇപ്പം നടന്നിരിക്കുന്ന കമ്പനിക്ക് ഒരുപക്ഷെ അദാനിക്ക് ചെയ്തു കൂടാത്ത കാര്യം, ഇങ്ങനത്തെ ഒരു ഷെയർ ഒരുപക്ഷെ 49% അദാനിക്ക് കൊടുക്കണമായിരുന്നെങ്കിൽ ആദ്യമേ MD എന്നുള്ള നിലയിൽ നമ്മുടെ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് അനുവാദം മേടിച്ചതിന് ശേഷമായിരിക്കണമായിരുന്നു. അതല്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞേക്കാം, കാര്യം നടത്തിയേക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സെറ്റപ്പ് ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ഇത് വന്നുകൊണ്ടാണല്ലോ 13,000 കോടി രൂപയുടെ ഇടപാട് നടത്തി കഴിഞ്ഞിട്ട് പരത്തത്തിൽ കൂടെ വരുമ്പം നിയമസഭയിൽ സതീശൻ്റെ അടുത്ത് ചോദിച്ചു. സതീശൻ പറഞ്ഞത് നിയമപരമല്ല, നമ്മൾ അറിയണം, നമ്മുടെ അനുവാദം മേടിക്കണമെന്ന് സതീശൻ ആദ്യം പറഞ്ഞതേ. സതീശൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, ഞാൻ അതിൻ്റെ അകത്ത് എനിക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സതീശൻ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം പോർട്ട്, അതിൽ അദാനിക്ക് ഷെയർ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതല്ലാണ്ട് അദാനിക്ക് നമ്മുടെ കടല് തീരെഴുതി കൊടുത്തിട്ടില്ല, നമ്മുടെ കര തീരെഴുതി കൊടുത്തിട്ടുള്ള ഒന്നും കൊടുത്തിട്ടുള്ള ഇത് കേരള ഗവൺമെന്റിന്റെ സംവിധാനം തന്നെയാണ്. അതിനകത്ത് അയാൾക്ക് ഷെയർ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ആ ഷെയർ അയാൾക്ക് വിൽപ്പന നടത്താനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അത് 25% അയാൾ 49, അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഷെയറിൻ്റെ 49% അത് സർക്കാരിനോട് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അയാൾക്കറിയാം, അയാളുടെ ഉദ്യോഗസ്ഥർക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന സതീശനല്ലല്ലോ നമ്മൾ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനിൽ കണ്ടിരുന്നത്. മുഖ്യമന്ത്രിയായിട്ട് പ്രതിപക്ഷത്തിന് നേരെ അലറി എന്താണ് ചീറി പായുന്ന സതീശന്റെ സംഭാഷണമാണ് അത്. ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇയാള് ശരിക്കും ഇത് അറിഞ്ഞ് പറ്റിക്കുകയാണ് എന്ന തരത്തിലുള്ള വർത്തമാനമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അത് സുഖമുള്ള ഒരു ഏർപ്പാടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സുഖമുള്ള ഏർപ്പാടെന്നല്ല, അത് അതിവിദഗ്ധമായിട്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മെറിറ്റാവുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അതും ആ പാർട്ടിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു നേതാവാണെന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ജി കാർത്തികേയന്റെ മരുമകളായിട്ടുള്ള അവർ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ വരുന്നതിന്റെ കാരണം ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ അവരുടെ വിശ്വാസവും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയ്ക്കകത്തും വരുന്നത്. അതായത് ഈ പറയുന്ന കമ്പനി, അതായത് അദാനി അല്ലെങ്കിൽ ഈ പോർട്ടിനകത്ത് ഇവരിയ്ക്കുന്ന സമയത്ത് ചട്ടലംഘനം നടത്തിയതിന് 10ഓളം നോട്ടീസുകൾ കൊടുത്തിരിക്കുന്നു. അപ്പം അവിടെ ചട്ടലംഘനം നടത്തുന്നതിനും അദാനിക്ക് ഇഷ്ടമുള്ളതുപോലെ ആ പോർട്ട് കൊണ്ടുപോകുന്നതിനും സാധ്യമല്ലാത്ത രീതിയിലേക്കുള്ള ഒരു MD ആണല്ലോ അവിടെ വെച്ചിരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നല്ലോ പിണറായിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ്. അപ്പൊ ഇവരെ മാറ്റിയതിന് ശേഷം വിവേസമായിട്ട് ചോദിച്ചത്, ഇവരെ എന്തിനാ എത്ര ധൃതി വെച്ച് മാറ്റിയേ? ഇവർക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റി എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ തന്തയുടെ കൂട്ടുള്ള കാർത്തികേയൻ സാറിന്റെ മരുമകളെ ഞാൻ ഈ MD സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്കല്ലല്ലോ വെച്ചത്, അപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പിലേക്ക് വെച്ചേ, ഞാൻ അപ്രസക്തമായിട്ടുള്ള വകുപ്പിലേക്ക് വെച്ചേ. അപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ഇപ്പൊ നമ്മൾ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ആ സമയം കൊണ്ടാണ് ഇതിനകത്ത് എല്ലാ നീക്കുപോക്കുകളും നടന്നിരിക്കുന്നത്. അതായത് ഇത് വിൽക്കാനുള്ള നീക്കുപോക്ക്, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത അനുവദിച്ചിട്ടില്ലാത്ത കരാറിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത കരാർ ലംഘനങ്ങൾ ഈ 10 നോട്ടീസ് കൊടുത്തതിനപ്പുറം നടത്തിയിരിക്കുന്നതും. അപ്പൊ അതിന്റെ അർത്ഥം ഈ മുതലാളിക്ക് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കുന്നതിന് ഭരണത്തിൽ വന്ന് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒപ്പിട്ടതിന് ശേഷം ആദ്യം നടത്തിയ അപ്പോയിന്റ്മെന്റുകൾക്ക് ആദ്യത്തെ ഇതിനകത്ത് ഒരു കാർത്തികേയന്റെ മരുമകളുടെ മാറ്റം എന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ ഒരു സിമ്പിൾ ലോജിക് ഉണ്ട്. എന്താന്ന് പറയാൻ, 3000 കോടി രൂപയോളമാണ് അദാനിയിനതായ മുടക്കാൻ. അതും ഈ ഭൂമിയെ കൊണ്ടുപോയി
ബാങ്കിൽ വെച്ച് എടുത്ത കടം ഇയാളുടെ കയ്യിൽ നിന്ന് 10 പൈസ മുടക്കിയിട്ടില്ല. എന്നിട്ട് ഈ 3000 കോടി അയാൾ മുടക്കിയിട്ട് അയാൾ 13,000 കോടി എന്ത് ചെയ്യുന്നു, MSൽ നിന്ന് വാങ്ങിക്കുന്നു. അയാളുടെ ബിസിനസ് എന്ത് പണിയാണ്? 49% അല്ലാണ്ട് കൊടുക്കുകയാണ്. അതല്ല, കേരളത്തില് 10 പൈസ കിട്ടില്ല. കേരളത്തില് ഇത് മുഴുവൻ അദാനിക്കാണ് കിട്ടുന്നത്. അതിന്റെ കമ്മീഷൻ എന്നിട്ട് കേരളം തുള്ളണം എന്താണ്? അതായത് കേരളത്തിൽ വലിയ വികസനമാണ് എന്ന് പറഞ്ഞ് CPM എന്തൊക്കെ പ്രചരിച്ചോ ആ പ്രചാരണത്തിന്റെ ചൂട് പിടിച്ച് UDF വരുന്നു. പക്ഷെ ഗുണം കിട്ടുന്ന മുഴുവൻ VD സതീശനും സതീശന്റെ കൂടെയുള്ളവർക്കും മാത്രം. അതിന്റെ കാര്യങ്ങൾ ഈ ദിവ്യാസ് അയ്യരിലൂടെ പുറം ലോകം അറിയരുത് എന്നുള്ള ഒറ്റ കാരണത്താലായിരിക്കാം. അപ്പൊ വീണ്ടും ചട്ടലംഘനത്തിന് നോട്ടീസ് കൊടുക്കണ്ടല്ലോ. മാത്രമല്ല, സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ളതുപോലെ വേണ്ട വിധത്തിൽ അദാനിക്ക് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ അവർക്ക് താല്പര്യം കൊടുത്തു, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ എല്ലാരും വിചാരിച്ചത് എന്താണ്, ദിവ്യാസ് നായർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ ഈ പറയുന്ന VD സതീശൻ ആദ്യമേ വന്നപ്പോൾ അവിടെ നിന്ന് മാറ്റി സ്വന്തം കാർത്തികേയനായാലും കോൺഗ്രസ് നേതാവായാലും വളർത്തച്ഛനായാലും പാർട്ടിക്ക് നിലപാടിന്, പാർട്ടിക്ക് താല്പര്യമില്ലാത്തതിന്, പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തതിന്, പാർട്ടിക്ക് അണികൾക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യുന്ന ഒരാളല്ല VD സതീശൻ എന്നുള്ള വളരെ വലിയ രാഷ്ട്രീയക്കാരൻ, വളരെ വലിയ അഭ്യാസി, വളരെ വലിപ്പത്തിലുള്ള മുഖ്യമന്ത്രി. പക്ഷെ എത്ര നാൾ ഓടുമെന്ന് എനിക്കറിയത്തില്ല ചേട്ടാ. സതീശന്റെ കളികൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം.